ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങളും അതുകൊണ്ടുള്ള ആരോഗ്യകരമായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും ഒരു വിധമൊക്കെ അറിയാൻ പറ്റും. അത് എത്രത്തോളം നമുക്ക് നല്ലതാണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഏകദേശം നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചാലുണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്കും നല്ല പോഷക ഗുണമുള്ള ഒരു സാധനമാണ്. നമ്മളിങ്ങനെ കുതിർത്ത് കഴിക്കുമ്പോൾ ഉണങ്ങിയ അതേപോലെ കഴിക്കുമ്പം അത്ര തന്നെ നമുക്കതിൻ്റെ ഇത് കിട്ടണമെന്നില്ല, അത്ര തന്നെ ഗുണം കിട്ടണമെന്നില്ല. കുതിർത്ത് കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിയായ ഗുണം കിട്ടുന്നത്. അപ്പോൾ ഇത് ക്ഷീണം മാറാനും പിന്നെ നല്ലൊരു മെത്തേഡാണ്. ക്ഷീണത്തിനൊക്കെ നല്ല ക്ഷീണമുള്ള ടൈമിൽ വേനൽക്കാലത്തൊക്കെ നമുക്കിത് കഴിക്കുകയാണെങ്കിൽ ക്ഷീണത്തിനൊക്കെ നല്ല ആശ്വാസം കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ അധികം നല്ല ഒരു കാര്യമാണ് ഇത്. അപ്പം നമ്മൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ദഹനത്തിനും ഒക്കെ നല്ലതാണ്. അസിഡിറ്റി കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാൽസ്യം അത് നല്ല പോലെയുള്ള ഒരു വസ്തുവാണ് ഉണക്കമുന്തിരി. അപ്പോൾ അത് നല്ലപോലെ കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലുകൾക്ക് ബലം കൂട്ടാനും പിന്നെ അതുപോലെ അനീമിയ ഉണ്ടല്ലോ, നമ്മുടെ രക്തക്കുറവ് എന്ന് പറയുന്നത്, അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഒരു പാനീയമാണ് ഇത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളവും നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ അത് ക്യാൻസർ പോലത്തെ രോഗത്തിനും ഒക്കെ ഇത് വളരെയധികം നല്ല ഒരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ചുണ്ടുകൾക്കും ചർമ്മത്തിനും നല്ല ഒരു ഇത് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വെള്ളം കുടിക്കുന്നത് വഴി ചുണ്ടുകൾക്ക് നല്ലൊരു ചുവപ്പ് ഉണ്ടാവും. ചർമ്മത്തിനൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് രാവിലെ അത് കഴിക്കുക, അതിന് ശേഷം അതിൻ്റെ വെള്ളവും കുടിക്കുക. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് വളരെയധികം നല്ലതാണ്. അപ്പം മുടി വളർച്ചയ്ക്കും ചർമ്മം തിളങ്ങാനും അതിലുപരി നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ല പ്രതിരോധശേഷി കിട്ടാനും ഒക്കെ നല്ല ഒരു കാര്യമാണ് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് പ്രതിരോധശേഷി നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒറ്റയ്ക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് കഴിപ്പിക്കുക എന്നുള്ളത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് കേട്ടോ. അപ്പം നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.